ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഉണ്ണിമുകുന്ദൻ നായകനെത്തിയ മാർക്കോ ആ സിനിമയുടെ 20-ാം ദിവസത്തിലേക്ക് കടക്കാനായിട്ട് ഒരുങ്ങുകയാണല്ലോ. ഇപ്പോഴത്തെ മാർക്കോയുടെ തമിഴ്നാട് കളക്ഷനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം മറ്റ് ഭാഷാ പതിപ്പുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ തമിഴ് പതിപ്പാണല്ലോ വളരെ മോശം പ്രകടനം ബോക്സ് ഓഫീസിൽ കാഴ്ചവെച്ചത്. ഇപ്പോഴത്തെ കാത്തിരിപ്പിനൊടുവിൽ മാർക്കോയുടെ തമിഴ് ഡബ് വെർഷൻ ലക്ഷങ്ങളിൽ നിന്നും കോടിയിലേക്ക് എത്തപ്പെടാനായിട്ട് ഒരുങ്ങുകയാണ്. കഴിഞ്ഞ ആഴ്ച ജനുവരി 3 തിയേറ്ററുകളിലേക്ക് എത്തിയ മാർക്കോയുടെ തമിഴ് പതിപ്പ് ഇന്നത്തെ ചൊവ്വാഴ്ച ദിവസത്തെ കളക്ഷനോടെ 1 കോടിയിലധികം കളക്ഷൻ തമിഴ്നാട്ടിൽ മാത്രം പിന്നിടും എന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ മാർക്കോയുടെ മലയാളം പതിപ്പിന് ശേഷം റിലീസ് ചെയ്ത തമിഴ്, തെലുഗു, ഹിന്ദി പതിപ്പെല്ലാം തന്നെ അവരുടെ എല്ലാം തന്നെ സ്വന്തം നാടുകളിൽ 1 കോടിയിലധികം കളക്ഷൻ ആ പതിപ്പുകൾക്ക് നേടിക്കൊടുത്തു എന്നത് പ്രത്യേകം എടുത്തു പറയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കാത്തിരിക്കൂ മാർക്കോയുടെ ഫൈനൽ വരെയുള്ള കളക്ഷൻ അടുത്ത ദിവസങ്ങളിൽ അറിയാനായിട്ട്. റൈഫിൾ ക്ലബ്ബ് ക്രിസ്മസ് റിലീസായിട്ട് മലയാളത്തിൽ നിന്നും ആദ്യം തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണല്ലോ. ആഷിഖ് കപൂർ സിനിമയ്ക്ക് പോസിറ്റീവ് അഭിപ്രായങ്ങൾ ലഭ്യമായെങ്കിലും കഴിഞ്ഞ വർഷത്തെ മറ്റു പല സിനിമകളുടെ കളക്ഷൻ എല്ലാം തന്നെ വെച്ച് നോക്കുമ്പോൾ ഇനിയും ക്രിസ്മസ് റിലീസായിട്ട് എത്തിയ സിനിമയ്ക്ക് അർഹതയുള്ളൊരു കളക്ഷൻ ലഭ്യമായോ എന്നും സംശയിക്കുന്നു. സിനിമ നിലവിൽ വലിയ വിജയത്തിലേക്കൊന്നും തന്നെ പോയിട്ടില്ല. സെമി ഹിറ്റ് സ്റ്റാറ്റസ് ആണ് സിനിമ നേടിയെടുത്തത് എന്നാണ് ട്രാക്കേഴ്സ് റിപ്പോർട്ട്. 26 കോടി 81 ലക്ഷമാണ് സിനിമയുടെ ആദ്യ 19 ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ്. ഈ 26 കോടിയിൽ 16 കോടിയും കേരളത്തിൽ നിന്ന് സിനിമ നേടിയെടുത്തതാണ്. ഓവർസീസിൽ 9 കോടി 60 ലക്ഷം നേടിയെടുത്ത് അവിടെ മികച്ചൊരു കളക്ഷൻ കൂടി സിനിമ നേടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ റൈഫിൾ ക്ലബ്ബ് സെമി ഹിറ്റാണ്.